ഞാൻ ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെല്ലാം അനുകൂലിക്കുകയാണ്. സർ, വലിയ കേന്ദ്ര അവഗണനയുടെ ഇടയിലാണ് ഈ ഗവൺമെൻറ് അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3-4 വർഷക്കാലമായി കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്ക് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഒരുപാട് സാമ്പത്തിക നിയന്ത്രണങ്ങൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമുക്ക് ഒരു ഗവൺമെൻറ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില സൂചകങ്ങൾ നമുക്കറിയാം. ഈ ബഡ്ജറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ ഈ നമ്മുടെ ധനക്കമ്മിയുടെ കാര്യത്തിൽ ഈ കുറവുണ്ടായിട്ടുണ്ട്. അതൊരു ഫാക്ച്വലായ കാര്യമാണ്. റവന്യൂ കമ്മി അത് കുറഞ്ഞിട്ടുണ്ട്. ആഭ്യന്തര ഉൽപ്പാദനവും കടവും തമ്മിലുള്ള റേഷ്യോ ആ കാര്യത്തിലും കുറവുണ്ടായിട്ടുണ്ട്. ഈ 3 സാമ്പത്തിക സൂചകങ്ങളെ നമ്മൾ മുൻപിൽ വെക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് ഏറ്റവും മികച്ച തരത്തിലായിരുന്നു എന്നുള്ള കാര്യത്തിനകത്ത് പറയാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സാർ, അതോടൊപ്പം തന്നെയാണ് നമുക്കറിയാം കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ് കുറേ കാലങ്ങളായി നടക്കുന്ന ഒരുപാട് സംസ്ഥാനത്തിൽ കാണിക്കുന്ന തെറ്റായ പ്രവണതകൾ. ഇപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഈ വർഷം കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്. നേരത്തെ നമുക്ക് തന്നിരുന്ന തുക വെട്ടിക്കുറച്ചപ്പോൾ ഉണ്ടായ ഒരു കോമ്പൻസേഷൻ്റെ ഭാഗമായി നൽകിയ റവന്യൂ ഡെഫിസിറ്റ് കുറയ്ക്കാൻ ഗ്രാൻഡ് ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. GST കോമ്പൻസേഷൻ വളരെ നേരത്തെ തന്നെ നിർത്തിക്കഴിഞ്ഞു. സാർ, അതോടൊപ്പം തന്നെ FRBM ആക്ടിനെ കൂട്ടുപിടിച്ച് ഈ FRBM ആക്ടിൻ്റെ ഏറ്റവും വലിയ ഒരു തമാശ, ഇത് കേന്ദ്ര ഗവൺമെൻറ് ബാധകമല്ല. ഇത്രയും കാലമായിട്ട് FRBM ആക്ടിൻ്റെ സൂചകങ്ങളിലേക്ക് എത്താനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല. പക്ഷേ സംസ്ഥാനത്തിൻ്റെ പേരിലും സംസ്ഥാനങ്ങളുടെ പേരിലും അടിച്ചേൽപ്പിക്കുന്ന ഒരവസ്ഥ. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കടമെടുക്കാനുള്ള പരിധിക്കെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. ഏറ്റവും രസകരമായ കാര്യം, ഈ കേന്ദ്ര പദ്ധതികൾ ഈ പ്രാവശ്യത്തിൽ ഞാൻ ഈ സംസ്ഥാന ഗവൺമെൻറ്റെയും കേന്ദ്ര ഗവൺമെൻറ്റെയും ഈ പ്രാവശ്യ ബഡ്ജറ്റുകളുടെ പശ്ചാത്തലത്തിൽ ഞാൻ തയ്യാറാക്കിയ നോട്ട് ഞാൻ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾക്കെല്ലാം നൽകാൻ വേണ്ടി തയ്യാറാക്കേണ്ട. ഉച്ച കഴിയുമ്പോഴത്തേക്ക് അത് ഞാൻ എല്ലാവരുടെയും എത്തിക്കും. സമയക്കുറവുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കിടക്കാത്തത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം, ഈ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ കോർ പദ്ധതികളും കോർ പദ്ധതികളുമുണ്ട്. ഈ പ്രാവശ്യം കേന്ദ്ര ബഡ്ജറ്റിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൂർണ്ണമായി തന്നെ കേന്ദ്ര ഗവൺമെൻറ് മുടക്കേണ്ട മേഖലകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് 40% സംസ്ഥാനം മുടക്കേണ്ട മേഖലകളിലേക്കാണ്. വളരെ ബോധപൂർവമായി സംസ്ഥാനങ്ങളുടെ പേർ അതടിച്ചേൽപ്പിക്കുന്ന ഒരു നിലപാട്. അപ്പോൾ കൂടുതലായി ഇനി കേന്ദ്ര പദ്ധതികൾ ആവിഷ്കരിക്കാൻ സംസ്ഥാന ബഡ്ജറ്റിൽ കൂടുതൽ പണം കണ്ടെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഇതാണ് കേന്ദ്രത്തിൻ്റെ ഒരു നിലപാട്. ഇതോടൊപ്പം തന്നെയാണ് നമുക്കറിയാം, ഇവിടെ പലതവണ ആവർത്തിച്ചൊരു കാര്യമാണ്, പ്രകൃതി ദുരന്തങ്ങളുണ്ടാകും. വയനാട് ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളിൽ അത് കണ്ടില്ല എന്നടിച്ചുകൊണ്ട് വളരെ ക്രൂരമായൊരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ നടത്തുന്നത്. വിഴിഞ്ഞം പദ്ധതിയുടെ ഇവിടെ രാവിലെ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണ് ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നിലപാട്. ഏതെടുത്തു കഴിഞ്ഞാലും സംസ്ഥാനത്തെ വല്ലാതെ ഞെരുക്കുന്ന ഒരു നിലപാടാണ് സത്യത്തിലുള്ളത്. അതിനിടയിലാണ് ഇന്ന് രാവിലെ ചർച്ച ചെയ്യപ്പെട്ട കിഫിയുമായി ബന്ധപ്പെട്ട കാര്യം. ഞാനത് ഒരു കാര്യം പറയാതെ കടന്നു പോകുന്നത് ശരിയാണ്. കാരണം ചില കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളായി നിൽക്കുന്നുണ്ട്. കിഫിയുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ ഈ കിഫി എന്ന് പറയുന്ന ആശയം തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 1999 ആക്ട് ഉണ്ട്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ആക്ട് എന്ന് പറയുന്ന ആക്ട് അന്ന് അവതരിപ്പിച്ചൊരു ആക്റ്റാണ്. അതിനുശേഷം 2016 അന്ന് ബഹുമാനായ KM മാണി സാർ അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റിലെ 22ാമത്തെ ഐറ്റമായി പറയുന്നൊരു കാര്യം, കുതിപ്പിൻ്റെ കുളമ്പടിയുമായി അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഈ തുക മൂലധനമായി ഉപയോഗിച്ച് കേരള അടിസ്ഥാന സൗകര്യ വികസന ഫണ്ട് ബോർഡ് പൊതുവിപണിയിൽ നിന്ന് പണം കണ്ടെത്തുന്നതാണ് എന്ന് പറയുന്ന ഒരു ആശയം ഇത് 15-16 കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഡോക്ടർ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രിയാകുന്ന സമയത്ത് ഇത് കുറേ കൂടി മോഡിഫൈ ചെയ്ത് ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നു. സാർ, കിഫിയെ സംബന്ധിച്ച് ഇവിടെ ഒരു പ്രവർത്തനവും നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് പറയാതെ കടന്നു പോകുന്നത് ശരിയല്ല. എനിക്ക് 11 പദ്ധതികളാണ് ലഭിച്ചത്. 10 പദ്ധതികൾ ഇന്നിപ്പോൾ രാവിലെ നടന്ന ബോർഡ് യോഗത്തിൽ എൻ്റെ ഒരു കളിക്കളവുമായി ബന്ധപ്പെട്ട 28 കോടി രൂപ ഇൻഫ്രാസ്ട്രക്ചറിനുള്ള ടെക്നിക്കൽ സാങ്ഷൻ ഇന്ന് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഒറ്റ പ്രോജക്റ്റുകൾ മാത്രമേ എനിക്ക് ഈ 11 ഇനി കിട്ടാനുള്ളൂ. അപ്പോൾ 10 പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺഗോയിങ് ആണ്. 2025 തന്നെ 8 പൂർത്തീകരിക്കാവുന്ന ഘട്ടത്തിലാണ്. അപ്പോൾ കിഫിയിലൊന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷേ അതിൻ്റെ സാങ്കേതികമായ നൂലാമാലകളുടെ സമയപരിധി ഒരുപക്ഷേ വളരെ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നുള്ള ഒരാശയമായിരിക്കും അവിടെ സൂചിപ്പിച്ചത്. ഏതായാലും കാഞ്ഞിരപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട കാര്യം, അവിടെ കാത്ത് ലാബ് കിഫിയിൽ നിന്ന് അനുവദിച്ചു കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിക്ക്.
2500 കേസുകളാണ് അവിടെ അറ്റൻഡ് ചെയ്തത്. 2500 ജീവനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും പൊതുജീവിതത്തിലെ വളരെ ധന്യമായൊരു കാര്യമാണ് എന്ന് പറയാൻ കഴിയില്ല. കാഞ്ഞിരപ്പള്ളി പോലെ ഗ്രാമീണ മേഖലയിലെ സ്കൂളുകളിലെ കുട്ടികൾ ഈ വേനൽക്കാലത്ത് പങ്കയുടെ കീഴിൽ നിന്ന് സ്വസ്ഥമായി പഠിക്കാൻ അനുവദിക്കുന്നു എന്ന് പറയുന്നത് കിഫി എന്ന് പറയുന്ന ആശയത്തിൻ്റെ സാക്ഷാത്കാരമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താം, പക്ഷേ അതിനെ കുറേക്കൂടെ ക്രമപ്പെടുത്തണമെങ്കിൽ ക്രമപ്പെടുത്താം. അതിനപ്പുറത്തേക്ക് പദ്ധതി മോശമാണ്. കാരണം കേരളം ദീർഘകാലമായി ആഗ്രഹിച്ച ഒരു പദ്ധതിയുടെ സാക്ഷാത്കാരമാണ് കിഫി എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. സാർ, ഈ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ പ്രതിസന്ധിക്കിടയിൽ ഈ ബഡ്ജറ്റ് പ്ലാൻ ഫണ്ട് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം 1,60,000 കോടി രൂപയായിരുന്നത് ഈ പ്രാവശ്യം നമ്മൾ 1,64,000 കോടിയായിട്ട് പ്ലാൻ ഫണ്ട് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. LSTയുടെ കാര്യത്തിൽ 27.5% ആയിരുന്നത് ഈ ബഡ്ജറ്റ് 28% ആക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രതിസന്ധിക്കിടയിലും യഥാർത്ഥത്തിൽ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയല്ല ചെയ്തത്. അതോടൊപ്പം തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന നിലപാടാണ്. ഇപ്പോൾ അതിൽ സുസ്ഥിര വികസനത്തിൻ്റെ മാതൃകകൾ ഒരു കാര്യം കൂടിയുള്ളത് എടുത്തു പറയാതെ, പ്രത്യേകിച്ച് ഇതിനകത്തൊരു ദീർഘകാല വീക്ഷണമുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കെട്ടുകാഴ്ചകളൊന്നുമില്ല ഈ ബഡ്ജറ്റിനകത്ത്, വർണ്ണാഭമായ കുടമാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിലും മനോഹരമായ രീതിയിൽ ആവിഷ്കരിച്ച അതിൻ്റെ വാസ്തുശാസ്ത്രം, ഒരു സാമ്പത്തിക വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് അടിസ്ഥാന മേഖലയിലെ, പ്രത്യേകിച്ച് വ്യാവസായിക മേഖലയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ ഭാവിയെ, ദീർഘകാല ഭാവിയെ രൂപപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും കുറേ കൂടി ഊർജ്ജസ്വലമാക്കുകയും ചെയ്യുക എന്നുള്ള വ്യക്തമായ ദിശാബോധം നൽകുന്നൊരു ബഡ്ജറ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ മാറ്റമാണ് യഥാർത്ഥത്തിൽ കാണേണ്ടത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത്, ഞാൻ ഇന്നലെ ഇവിടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക സാർ, ഞാൻ ഇന്നലെ ചെനക്കത്തൂർ വഴി പോയി ഇവിടെ ഒറ്റപ്പാലം വരെ പോകേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടെ പൂരങ്ങൾ ആരംഭിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് ഒരു പൂരത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ കുറേ ഇതൊക്കെ കാണാൻ കഴിഞ്ഞുള്ളൂ. കുറേ ഈ മുളകൾ, അതോടൊപ്പം തന്നെ ഈറകളും ഒക്കെ കിടപ്പുണ്ട്. പക്ഷേ ഒരു 10 ദിവസം കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വർണ്ണാഭമായ തരത്തിലുള്ള എന്താ പറയുക, നിലപ്പന്തലുകൾ രൂപപ്പെടുകയാണ്. പിന്നീട് അത് വലിയ കാഴ്ചയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ കണ്ടതൊക്കെ ചില മുളയുടെയും ഈറകളുടെയും ഒക്കെ ഭാഗം മാത്രമാണ്. പക്ഷേ അത് വരാൻ പോകുന്ന കേരളത്തിൻ്റെ ഭാവിയെ കെട്ടിപ്പടുക്കുന്ന വലിയ നിരപ്പന്തലുകളായി അത് മാറും എന്നുള്ള കാര്യം സംശയമില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഇതിനെ, ഈ ബഡ്ജറ്റിന് എൻ്റെ നിർദ്ദേശങ്ങളെ അഭിമാനത്തോടെ ഞാൻ പിന്താങ്ങിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു.